ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് മെയ് മാസത്തിലെ ജോലി സാധ്യതകളെ കുറിച്ചിട്ടാണ്. ഒരുപാട് ജോലി സാധ്യതകൾ തുറന്നിടുന്ന ഒരു മാസമാണ് മെയ് മാസം അല്ലെ. ഒരുപാട് വീഡിയോസ് നമ്മൾ ഈ ഒരു മാസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ ജോബ് ആൻഡ് കരിയർ അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതാണ് വീണ്ടും പറയാണ്, why do I ask you to subscribe? Because we are uploading daily academic updates and daily job and career updates. അതുകൊണ്ട് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ഗുണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരുപാട് ഡിഫൻസ് വാക്കൻസീസ് വന്നിട്ടുള്ള ഒരു മാസമാണ് കേട്ടോ ഈ മെയ് മാസം എന്ന് പറയുന്നത്. ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ആർമിയിലെ വാക്കൻസീസ് വന്നിട്ടുണ്ട്, എയർഫോഴ്സിലെ വാക്കൻസീസ് വന്നിട്ടുണ്ട്, എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയിലെ വാക്കൻസീസ് വന്നിട്ടുണ്ട്, സെൻട്രൽ ഇൻഡസ്ട്രി സെക്യൂരിറ്റി ഫോഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. CISF +2 മതി CISF ജോലി നേടാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡിഫൻസ് വാക്കൻസീസിന്റെ എല്ലാ വീഡിയോസും കൂടി കമ്പൈൻ ചെയ്ത് ചെയ്യുന്നത് മാത്രം. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ആർമിയിൽ, അതുപോലെ തന്നെ എയർഫോഴ്സിൽ, ADA അതുപോലെ തന്നെ CISF. ADA എന്ന് പറഞ്ഞാൽ അറിയാലോ, എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയിൽ, അതുപോലെ തന്നെ എന്താണ് CISF എന്ന് പറഞ്ഞാൽ എന്താണ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. ഓരോന്നുമായിട്ട് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ എന്ന് പറയുന്നത് ആർമി ഓഫീസർ ആവാനുള്ള വേക്കൻസീസ് ആണ്. അതായത് ആർമി +2 ടെക്നിക്കൽ എൻട്രി സ്കീം 54ാം കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 90 വേക്കൻസീസ് ആണുള്ളത്. അവിവാഹിതരായ ആൺകുട്ടികൾക്കാണ് കേട്ടോ അവസരം. 2026 ജനുവരിയിൽ കോഴ്സ് ആരംഭിക്കുന്നതായിരിക്കും. ഓൺലൈൻ വഴി ജൂൺ 12 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. യോഗ്യത എന്ന് പറയുന്നത് +2 ആണ്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് 60% മാർക്കോടെ +2 ചെയ്യാം, അല്ലെങ്കിൽ അതിന് ഇക്വാലിറ്റി. അപേക്ഷകർ JEE മെയിൻസ് 2025 എഴുതിയവരാകണം എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രായം 2006 ജൂലൈ 2-നും മുൻപും 2009 ജൂലൈ 1-ന് ശേഷവും ജനിച്ചവരാകരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. പരിശീലനം 4 വർഷമായിരിക്കും പരിശീലനം ഉണ്ടായിരിക്കുക. അത് പൂർത്തിയാക്കുന്നവർക്ക് എഞ്ചിനീയറിംഗ് ബിരുദം ലഭിക്കും. ഓക്കെ, പരിശീലനത്തിന് ശേഷം ലഫ്റ്റനന്റ് റാങ്കിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക. അപ്പോൾ 4 വർഷമായിരിക്കും പരിശീലനം ഉണ്ടായിരിക്കുക. അതിനുശേഷം ബിരുദം, എഞ്ചിനീയറിംഗ് ബിരുദമായിരിക്കും ലഭിക്കാൻ പോകുന്നത്. പരിശീലനത്തിന് ശേഷം ലഫ്റ്റനന്റ് റാങ്കിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക. അപ്പൊ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ SSB ഇന്റർവ്യൂവിന് ക്ഷണിക്കും. 2 ഘട്ടങ്ങളായിട്ട് 5 ദിവസം ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.joinindianarmy.nic.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ ടെക്നിക്കൽ എൻട്രി സ്കീമാണ്. 90 വേക്കൻസീസ് ആണുള്ളത്. 2025 ജൂൺ 12 ലാസ്റ്റ് ഡേറ്റ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4 വർഷമായിരിക്കും പരിശീലനം ഉണ്ടായിരിക്കുക. ക്വാളിഫിക്കേഷൻ +2, 60% മാർക്ക് വേണം. ഏതൊക്കെ സബ്ജക്റ്റിലാണ്? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അല്ല, അതിൽ 60% മാർക്ക് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിനുശേഷം ഇന്റർവ്യൂവിന് പഠിച്ചതിന് ശേഷം എഞ്ചിനീയറിംഗ് ബിരുദമാണ് ലഭിക്കാൻ പോകുന്നത്. അതിനുശേഷം എന്താണ്, ലഫ്റ്റനന്റ് റാങ്കിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക. തെരഞ്ഞെടുപ്പ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ SSB ഇന്റർവ്യൂവിന് ക്ഷണിക്കും. 2 ഘട്ടങ്ങളായിട്ട് 5 ദിവസമായിരിക്കും ഇന്റർവ്യൂ. വൈദ്യപരിശോധനയും ഉണ്ടായിരിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.joinindianarmy.nic.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ഓക്കെ, ഇനി അടുത്തത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ എയർഫോഴ്സിൽ ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. 153 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ വ്യോമസേനയുടെ വിവിധ എയർഫോഴ്സ് സ്റ്റേഷൻ യൂണിറ്റിലെ 153 ഗ്രൂപ്പ് C സിവിലിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. ജൂൺ 15 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രായപരിധി ഉണ്ട്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 25 വയസ്സാണ് ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ ഡിവിഷൻ ക്ലർക്ക്, ഹിന്ദി ടൈപ്പിസ്റ്റ്, സ്റ്റോർ കീപ്പർ, സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ, കുക്ക്, പെയിന്റർ, കാർപെന്റർ, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, ലോണ്ട്രി മാൻ, മെസ് സ്റ്റാഫ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, അങ്ങനെ ഒരുപാട് വേക്കൻസീസ്. ഇത്ര തസ്തികകളിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. യോഗ്യത എന്ന് പറയുന്നത് LD ക്ലർക്ക്, ഹിന്ദി ടൈപ്പിസ്റ്റ്, സ്റ്റോർ കീപ്പർ തസ്തികളിൽ +2 ജയവും മറ്റു തസ്തികളിൽ 10ാം ക്ലാസ് ജയവും. അപ്പോൾ 10ാം ക്ലാസ്സും +2 ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അപ്പൊ ഏതൊക്കെ തസ്തികളാണെന്ന് ഒന്നും കൂടി പറയാം. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ ഡിവിഷൻ ക്ലർക്ക്, അതുപോലെ തന്നെ ഹിന്ദി ടൈപ്പിസ്റ്റ്, സ്റ്റോർ കീപ്പർ, സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ, കുക്ക്, പെയിന്റർ,
കാർപ്പന്റർ, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, ലോണ്ട്രിമാൻ, മെസ് സ്റ്റാഫ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തുടങ്ങിയ തസ്തികകളിലാണ് വേക്കൻസീസ്. 153. ഗ്രൂപ്പ് സി സിവിലിയൻ. ഓക്കെ, അത്രയും വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് ഉണ്ട്, 18 to 25 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? LD ക്ലർക്ക്, ഹിന്ദി ടൈപ്പിസ്റ്റ്, സ്റ്റോക്ക് കീപ്പർ തസ്തികകളിൽ +2 ജയവും മറ്റ് തസ്തികകളിൽ 10ാം ക്ലാസ് ജയവുമാണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടത് ജൂൺ 15 ആണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി അല്ലെ ADA റിക്രൂട്ട്മെന്റിനെ കുറിച്ചിട്ടാണ്. ഇത് എത്രയാണ്? 23 വേക്കൻസീസ് ആണ് വന്നിട്ട്. ലാസ്റ്റ് ഡേറ്റ് 2025 ജൂൺ 13 ആണ്. ഏതൊക്കെ തസ്തികകളാണ് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊജക്ട് അഡ്മിൻ അസിസ്റ്റന്റ് 9 വേക്കൻസീസ്, പ്രൊജക്ട് സീനിയർ അഡ്മിൻ അസിസ്റ്റന്റ് 6 വേക്കൻസീസ്, പ്രൊജക്ട് അഡ്മിൻ ഓഫീസർ 4 വേക്കൻസീസ്, പ്രൊജക്ട് ടെക്നിക്കൽ അസിസ്റ്റന്റ് 2 വേക്കൻസീസ്, പ്രൊജക്ട് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് 2 വേക്കൻസീസ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ www.ada.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. അപ്പൊ ഇതില് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കേന്ദ്ര പ്രതിരോധ വകുപ്പിന് കീഴിൽ ബംഗളൂരിലെ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. 23 വേക്കൻസീസ് ആണുള്ളത്. ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അവസാന തീയതി ജൂൺ 13 ആണ്. ഏതൊക്കെ ബ്രാഞ്ചുകളെന്ന് പറഞ്ഞല്ലോ, ഒന്നുകൂടി പറയാം. പ്രൊജക്ട് സീനിയർ അഡ്മിൻ അസിസ്റ്റന്റ്, പ്രൊജക്ട് അഡ്മിൻ ഓഫീസർ, പ്രൊജക്ട് ടെക്നിക്കൽ അസിസ്റ്റന്റ്, പ്രൊജക്ട് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് തുടങ്ങിയ വേക്കൻസീസ് ആണ്. ഓരോന്നും എത്ര വേക്കൻസീസ് ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. പ്രൊജക്ട് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഒഴികെയുള്ള തസ്തികകളിലേക്ക് ജോലി പരിചയം ഉള്ളവരെയാണ്. അതായത് പ്രൊജക്ട് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഒഴികെ ബാക്കിയുള്ളവരുടെയൊക്കെ എന്ത് വേണം? അതായത് പ്രൊജക്ട് അഡ്മിൻ അസിസ്റ്റന്റ് ആവണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം. പ്രൊജക്ട് സീനിയർ അഡ്മിൻ അസിസ്റ്റന്റ് ആവണമെങ്കിലും എക്സ്പീരിയൻസ് വേണം. ടെക്നിക്കൽ അസിസ്റ്റന്റ് മാത്രമാണ് എക്സ്പീരിയൻസ് ചോദിക്കാത്തുള്ളൂ. ബാക്കി എല്ലാത്തിനും എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയിൽ ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ www.ada.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ഓക്കെ, അടുത്തത് CISF ലാണ്. CISFന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, പക്ഷെ ഒന്നുകൂടി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് മാത്രം. CISFൽ 403 ഹെഡ് കോൺസ്റ്റബിളുടെ ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. സ്പോർട്സ് കോട്ട അവസരമാണ്. ശ്രദ്ധിക്കുക, സ്പോർട്സ് കോട്ട അവസരമാണ്. ഇപ്പോൾ CISF എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അല്ലെ. അതിന് 403 സ്പോർട്സ് കോട്ട ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. ഇപ്പോൾ ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ദേശീയ സംസ്ഥാന തലത്തിൽ കഴിവ് തെളിയിച്ച പുരുഷ വനിത കായിക താരങ്ങൾക്കാണ് അവസരം വന്നിട്ടുള്ളത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് എപ്പോഴാണ്? ജൂൺ 6-നാണ്. വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? +2 അല്ലെങ്കിൽ അതിന്റെ ഇക്വലൻസ് ആണ് പറഞ്ഞിട്ടുള്ളൂ. പ്രായപരിധി ഉണ്ട്, 18 to 23 വയസ്സ് വരെയാണ് പ്രായപരിധി ഉള്ളത്. ഓഗസ്റ്റ് 1 അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും പ്രായം കണക്കാക്കുക. അർഹരായവർക്ക് ചട്ടപ്രകാരം ഇളവുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ശമ്പളം കൊടുത്തിട്ടുണ്ട്. സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 25,500 to 81,100 rupees ആണ് സാലറി സ്കെയിൽ പറഞ്ഞിട്ടുള്ളത്. ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണ്? 100 രൂപയാണ് അല്ലെ. സ്പോർട്സ് യോഗ്യത എന്ന് പറയുന്നത് വ്യക്തിഗത ടീം ഇനങ്ങളിൽ രാജ്യാന്തര ടൂർണമെന്റിൽ സീനിയർ അല്ലെങ്കിൽ ജൂനിയർ തലത്തിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കണം, അല്ലെങ്കിൽ സീനിയർ അല്ലെങ്കിൽ ജൂനിയർ നാഷണൽ ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ വേണം. അതും അല്ലെങ്കിൽ നാഷണൽ ഗെയിംസ് ചാമ്പ്യൻഷിപ്പിന്റെ സീനിയർ ജൂനിയർ തലത്തിൽ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചവരാകണം, അല്ലെങ്കിൽ ദേശീയ ഇന്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിൽ മെഡൽ വേണം. അതുമല്ലെങ്കിൽ ദേശീയ സ്കൂൾ ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയവരും ആകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശാരീരിക യോഗ്യത പറയുന്നുണ്ട്. ഉയരം പുരുഷന് 167 സെന്റിമീറ്റർ ആണ്, സ്ത്രീക്ക് 153 സെന്റിമീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്. അപേക്ഷാ ഫീസ് 100 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. SC ST വനിതകൾ എന്നിവർക്ക് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. ഒഴിവുള്ള സ്പോർട്സ് ഇനങ്ങൾ വുഷു, തായ്ക്വാൻഡോ, കരാട്ടെ, പെൻജക്സിലാട്ട്, ആർച്ചറി, കയാക്കിംഗ്, കനോയിങ്, റോയിങ്, ഫുട്ബോൾ, ഹാൻഡ്ബോൾ, ജിംനാസ്റ്റിക്സ്, ഫെൻസിംഗ്, കൊക്കോ, സ്വിമ്മിംഗ്, അക്വാറ്റിക്സ്, വോളിബോൾ എന്നുള്ളതാണ് ഒഴിവുള്ള സ്പോർട്സ് ഇനങ്ങൾ എന്ന് പറയുന്നത്. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ https://CISFRECTT.CISF.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. അപ്പോൾ എന്താണ് CISF അല്ലെ, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൽ 403 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. +2 പാസ്സായാൽ മാത്രം മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ, 18-നും 23 വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അർഹർക്ക് ഇളവുകളും ഉണ്ടായിരിക്കും കേട്ടോ. ഇനി സാലറി സ്കെയിലും കൊടുത്തിട്ടുണ്ട്. വളരെ നല്ല സാലറി സ്കെയിലാണ് അല്ലെ. 25,000 സ്റ്റാർട്ട് ചെയ്യുന്നു, 81,000 വരെ സാലറി സ്കെയിൽ പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു സ്പോർട്സ് യോഗ്യത ഇവർ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല, വ്യക്തിഗത ടീമിനങ്ങൾ രാജ്യാന്തര ടൂർണമെന്റിൽ സീനിയർ അല്ലെങ്കിൽ ജൂനിയർ തലത്തിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ചവരായിരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപേക്ഷാ ഫീസ് എന്തില്ല? വനിതകൾക്കും SC ST വനിതകൾ എന്നിവർക്ക് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. ബാക്കിയുള്ളവർക്ക് എന്താണ്? 100 രൂപ ഫീസ് ഉണ്ടായിരിക്കും. ഇനി കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആ ലിങ്കിൽ നോക്കിയാൽ മതിയാകും. അപ്പോൾ ഡിഫൻസ് വാക്കൻസീസ്
വേക്കൻസീസിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഇന്ത്യൻ ആർമിയുടെ കാര്യം പറഞ്ഞു, എയർഫോഴ്സിന്റെ കാര്യം പറഞ്ഞു, CISFന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ എന്താണ് ADA അല്ലെ, എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയുടെ കാര്യം പറഞ്ഞു. ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുള്ള മാസമാണ് ഇത് മെയ് മാസം എന്ന് പറയുന്നത്. ഇതുപോലത്തെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ജസ്റ്റ് ജോബ് അപ്ഡേറ്റ്സ് മാത്രമല്ല കേട്ടോ, അക്കാദമിക് അപ്ഡേറ്റ്സും നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്, അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതും ഡെയിലി ആണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, താങ്ക്സ് ഫോർ യുവർ ടൈം, ബൈ.